तू क्या हुआ तो मेरा नहीं, कहो ना कोई बात में, सितारा हुआ आवारा सारी की सारी रात में, साथ निभाए जो तू जन्मों ही जन्मों का तो यारी रह जाएगी, तकता रहो तेरी निगाहों को दर बदर के कुछ तो कह जाएगी, दूर तू है हो गए फासले थे अब हो गए, जाने क्यों ये रिश्ते जो थे खत्म हो गए, खत्म हो गए, साथ निभाई जो तू जन्मों ही जन्मों का तो यारी रह जाएगी. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് ഒരു പാട്ടൊക്കെ പാടി റൊമാൻറ്റിക്കായി തുടങ്ങിയെന്നുള്ള എല്ലാവർക്കും നല്ല ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഡൗട്ടൊക്കെ മനസ്സിൽ വെച്ചിരുന്നോളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുറേ ആയി പാട്ടൊക്കെ പാടിയിട്ട് പാട്ട് പാടൽ ഈസ് വെരി കുറവ്. അപ്പം മോട്ടർ മോട്ടർ മോട്ടർമാ. അപ്പം പാട്ടൊക്കെ പാടൽ ഒന്നും കൊണ്ടല്ല, ഈ മൈ മാനേജർ ഈസ് വെരി സ്ട്രിക്റ്റ്. ബിക്കോസ് പാട്ട് പാടിക്കൊണ്ട് നടക്കുമ്പോൾ ഷാനു പറയും, ഇതെന്താ വ്ളോഗ്സ് ഒന്നും ഇടാത്ത, പരിപാടിക്കൊക്കെ പോയി ഇങ്ങനെ പരിപാടിയും പാട്ടും കൊണ്ട് നടന്നാൽ മതിയോ, കുറച്ച് വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഷാനു പറയും, എന്താ ഈ പാട്ട് പാടാത്ത, വെറും ഈ വ്ളോഗ് മാത്രം ഉണ്ടായ കാര്യമുണ്ടോ, പാട്ടും കൂടി പാടേണ്ട കാര്യം. അപ്പം വ്ളോഗിലുള്ള പ്രേക്ഷകരെല്ലാവരും നമ്മൾ വൃത്തിയിൽ എൻജോയ് ചെയ്യിപ്പിച്ച് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നു വിചാരിക്കുന്നു. ഏകദേശം 40-45 വ്ളോഗ്സാണ് വെറും 22-23 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കൈമൈ മറന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമുള്ള കാണികളെ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള 4-5 ലക്ഷം ആവറേജ് വ്യൂവേഴ്സും 1500-2000 കമൻസ് ഉള്ള വ്ളോഗ്സാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വ്ളോഗ്സ് കാണുന്ന അതേ സ്നേഹം എന്തിനു വേണം, എൻ്റെ പാട്ട് കേൾക്കാനും വേണം. ഞാനൊരു പാട്ടുകാരനാണ്. ഇന്നാളൊരു താത്ത കമൻ്റ് ഇട്ടേക്കാം, ഞാൻ ഈ മൂളിപ്പാട്ട് പാടി ഇങ്ങനെ പാടിപ്പോണ ഇതുണ്ട്, അതിലൊരു താത്ത, ഹോ ഈ കഴിവും വശമുണ്ടല്ലേ, ഇടയ്ക്കൊക്കെ പാട്ടൊന്ന് പാടി നോക്കൂ, ചിലപ്പോൾ അത് നിനക്ക് അവസരങ്ങൾ കൊണ്ടുവന്നേക്കാം. അതിൽ അടിയിലൊരു 15 റിപ്ലൈ ഉണ്ട്. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു, താത്ത യൂട്യൂബ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ഞാൻ പാട്ടുകാരനാണെന്ന് അറിയാത്ത ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു സിംഗറാണ് ഗൈസ്, ഐ എം നോട്ട് എ യൂട്യൂബർ. ഞാൻ യൂട്യൂബർ അല്ല, ഇതെൻ്റെ നേരം പോക്കാണ്. അതായത് എൻ്റെ പാട്ട് പരിപാടി, ഈ ക്രൗഡുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹാർഡ് ടു മാനേജ് ആണ്, കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് എനിക്ക്. അതായത് എനിക്കിഷ്ടമാണ്, ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പാഷനേറ്റായിട്ട് ചെയ്യുന്ന പണിയാണെങ്കിലും ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആവും, എല്ലാം കറക്റ്റ് ഇതാക്കണ്ടേ. പക്ഷേ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രെസ് ബസ്റ്ററാണ്. എൻ്റെ നേരം പോക്കാണ് വ്ളോഗ്, ടു ബി ഹോണസ്റ്റ്. ഞാൻ ഇത് ചെയ്യണതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പാഷനാവും, ഫാമിങ്, ഓരോ ലൈൻ അടിക്കുക, ഓരോ സംഭവങ്ങൾ, ഓരോരുത്തർക്കും ഓരോ പാഷനാവും. അപ്പം ലൈൻ അടിക്കാൻ ലൈനിൻ്റെ പിന്നാലെ നടക്കുക, അങ്ങനെ നടക്കുന്നതൊക്കെ. അപ്പം അതായത് പിന്നെ കുറേ പാഷൻ ഉണ്ടാവും. വണ്ടി വൃത്തിയാക്കി നടക്കുക, അതേപോലെ കോയിനെ വളർത്തുക, മുട്ട വളർത്തുക, പാല് കറക്കുക. അപ്പം ഓരോരുത്തർക്ക് ഓരോ പാഷനാവും. പശുവിനെ വളർത്തുന്നവരുണ്ടാവും, ആടിനെ വളർത്തുന്നവരുണ്ട്, പാമ്പിനെ വളർത്തുന്നവരുണ്ട്, പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്ട്രെസ് ഫുള്ള് കുറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ്. അപ്പം ഇന്ന് ക്ഷണിക്കപ്പെടാത്ത, എന്നാൽ നമ്മൾ വലിച്ച് കയറ്റി വണ്ടിയിലിട്ട് ലോക്കിട്ട് കൊണ്ടുവന്ന ഒരു അതിഥി നമുക്കിന്ന് വീട്ടിലുണ്ട്. ആളിവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പം ആളാരെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം നമുക്ക് അഫിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാം കേട്ടോ. അമ്മ തപ്പാർത്തിയ അപ്പർത്തി തേൻ തോ തപ്പാർത്തിയ അപ്പർത്തി പീം പൂ അമ്മ തപ്പാർത്തിയ ആ കുട്ടിക്ക് മെസ്സേജ് അയക്കത്തോ അപ്പ തപ്പാർത്തിയ അത്തോം തോ അമ്മ തുറക്കല്ലാതെ തിത്തിത്തിക് മെസ്സേജ് അയക്കൽ കോത്തമ്മ സോം തിക്ത മക്കര പറമ്പാണ് ഹോസൽമാന് സെൽമാനി വീഡിയോഗ്രാഫർ ഫ്രം മക്കര പറമ്പത്തമ്മ താർത്തിയ അപ്പർത്ത പീം പോ. എന്താണ് സാധനം?
ഈ വീഡിയോക്ക് വളരെ പണ്ട് കാലത്ത് നോമ്പ് സൽമാനോടെ സൽമാനോടെ ബാങ്ക് കൊടുക്കുമ്പോ സൽമാൻ ഓരോരുത്തരും മെൻഷൻ ചെയ്യുന്നുണ്ടേ ബ്രോ ഇക്ക ബാങ്ക് കൊടുക്കുമ്പോ കുറച്ച് പടക്കങ്ങൾ പൊട്ടിക്കാമോ. എടാ എന്തൊക്കെയാടാ ഇന്നലെ നമ്മളൊരു പരിപാടിക്ക് പോയിട്ടാ സൽമാനോട് വന്നിട്ടേ നിങ്ങൾ പടക്കം കൊണ്ടു നിൽക്കണം എന്താ ഓൻ ഇതിന്റെ ഹോൾസെയിലാ. എന്തൊക്കെയാണ് സൽമാനോട് ഓരോരുത്തർ ചോദിക്കണത്. പാവിന്റെ കുട്ടിനോട് ഓരോരുത്തർ വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എനിക്കില്ല പടക്കം നമ്മൾ പോക്കറ്റ് ഇട്ട് നടക്കുമ്പോൾ അത് ഡേഞ്ചർ അല്ലേ. ബാക്കിയുള്ള സാധനങ്ങൾ പോക്കറ്റ് ഇടുന്ന പോലെയാണോ പടക്കം. എന്തെങ്കിലും ചൂട് കെട്ടിയാൽ പൊട്ടിപ്പോകൂലേ. എൻ്റെ ഇവിടെയൊക്കെ പടക്കം വെച്ച സീനായി പോകൂലേ. ആ പണിയാവൂലേ. ഇന്ന് കുട്ടികളെക്കാ ഇക്കാ പടക്കം ഇവിടെ ഗുണ്ടുണ്ടോ കയ്യിൽ എന്നൊക്കെ സൽമാനോട് പാവം തോന്നി എനിക്ക്. എടാ നേരിട്ട് കാണുമ്പോൾ എൻ്റെ പാവൻ്റെ ഉണ്ണിമാനോട് ആരും പടക്കം കൊടുക്കുന്നോന്ന് ചോദിക്കത്തിട്ടാ. ബഷീർക്കല്ലേന്ന് ചോദിച്ചാൽ നമ്മളെ ഹാപ്പിയാ. എന്താ സൽമാനെ എന്ത് ചോദിച്ചാലും നമ്മളെ ഹാപ്പി അല്ലേ. എനിക്ക് എന്താ എന്നെ വിളിച്ചിട്ടുണ്ടേ സൽമാ മതി ചുണ്ടിങ്ങനെ പിടിച്ചാലേ കൂറ്റാവന് ക്യൂറ്റ് ഷെൽമാന്. എല്ലാവരും ഷെൽമൂന്ന് വിളിച്ചാൽ ഞാൻ ഹാപ്പിയാണ് പറഞ്ഞത്. അപ്പോൾ സൽമാൻ്റെ കഥ ഉണ്ട് കേട്ടോ. സൽമാൻ ഇന്ന് ബാഗും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സൽമാൻ്റെ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ പോയിനി. അപ്പോൾ എന്നോട് ചോദിച്ചു അർബാബ് നമുക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുത്ത ഹാദ സീസണ ബട്ട് യു ക്യാൻ ഗോ ഹോം എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അറബിക് ഇംഗ്ലീഷ് മിക്സിങ് ഭാഷയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ സൽമാൻ ബാഗൊക്കെ എടുത്തിട്ട് പറഞ്ഞു എനിക്ക് ലീവ് കിട്ടി ഞാൻ പോവുകയാണ്. ഗ്രൂപ്പിലൊക്കെ എന്നൊരു വോയിസ് എൻ്റെ കുറ്റമ്പാറവാസം കഴിഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നാട്ടിലേക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരുന്നതെന്ന് വെച്ച് നാട്ടിലെ ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചു. ഗൾഫിൽ നിന്ന് പ്രവാസികൾ പോണ പോലെ. അതിൽ ബാഗ് എടുത്ത് വണ്ടി കയറി മലപ്പുറത്ത് അങ്ങാടി എത്തിയിട്ടോ. ചായ കുടിച്ച് ഒരു കുനാഫയൊക്കെ തന്നു. കുനാഫൻ്റെ ആളാട്ടോ. സൽമാൻ ആര് കാണുള്ളൂ പടക്കം ചോദിച്ചാൽ വേണ്ടി ഒരു കുനാഫ വാങ്ങിക്കൊടുത്തോളി. ഹാപ്പി ആവും. ഹാപ്പി ഡബിൾ ഹാപ്പി. സൽമാനെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൽമാൻ ഒഴിഞ്ഞു കൊണ്ടുപോവുക. എന്നിട്ട് ഒരു കുനാഫ വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ മിക്സിങ്ങോ എന്തെങ്കിലും. അതായത് ഡയബറ്റീസ് അടിച്ച് കയറുന്ന ഷുഗറിൻ്റെ എന്ത് സാധനം. ഇപ്പം നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു തേൻ്റെ ബോക്സ് അല്ലേ ജിംഷ തേൻ്റെ ബോക്സ് തേനീച്ചനെ കളഞ്ഞുകൊണ്ട് അത് കൊടുത്താലും നക്കി തിന്നു സൽമാൻ. അത്ര ഇഷ്ടമാണ് മധുരത്തിനോട്. ഒരു ഷുഗർ ഡാഡി ഒരു ഷുഗർ ബോയാണ് സൽമാൻ ഇട്ടാ. അപ്പം നമ്മളെന്ത് പറഞ്ഞേ ചായ കുടിച്ച് അതിൽ ചായ കുടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സൽമാനോട് പറഞ്ഞു അല്ലേ സൽമാൻ ഇന്ന് പോകണ്ട. ഈ ജില്ലാത്ത പെൽസ് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എൻ്റെ ചിന്തകളിൽ പോലും ഇല്ല. ഇന്ന് പോകല്ലേ എന്ന് പറഞ്ഞു. അതിൽ സൽമാൻ വണ്ടി എടുത്ത് കുടഞ്ഞ് പറഞ്ഞ് അഫീഫിനോട് പറഞ്ഞ് ഇവിടുന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് നിൽക്കണേ ഇവിടുന്ന് ഇന്നെ ഒരാൾക്കും കൊണ്ടാവാൻ കഴിയില്ലായിരുന്നു. അതിൽ ഞാൻ സൽമാൻ വന്ന വണ്ടി എടുത്ത് ഞാൻ ഓട്ടിയുണ്ട് ഞാൻ പോയി. പിന്നെ പാവ സൽമാൻ എങ്ങനെ അവിടെ നിന്ന് പോരും. സൽമാനെ വണ്ടി എടുക്കാൻ വരണ്ടേ. അപ്പോൾ വണ്ടി മലയാളി ഒരു വനിത ആയതുകൊണ്ട് വി ഷുഡ് റെസ്പെക്ട് ദ വനിത. മലയാളി നീച്ച് പാട്ടോ. അപ്പോൾ മലയാളി ഒരു വനിതയാണ് കേട്ടോ. അങ്ങനെ ഓല റൂമിൽ നമ്മൾ ചെക്കന്മാരുടെ അടുത്ത് കയറി ചെല്ലുന്ന പോലെ ചെല്ലാൻ പാടില്ല. അതിനൊക്കെ എൻ്റെ കുട്ടി ഇതെന്താ മണാലിയ -12 ഇതെന്താ -12 Aparti pim pim pu apata partia apati pem pem po tapartia aparti pim pim apata partia aparti pem pem po tapartia aparti pim 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 തിരിഞ്ഞാൽ നടന്നു മൈൻഡ് ആക്കിയില്ല അത്രയും എഫേർട്ട് ഇട്ടിട്ട്. ആഫിയ എൻ്റെ കുട്ടി നീച്ചാണി പലിച്ചക്ക് നമ്മളെന്താ വാങ്ങിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുള്ള സാധനം വന്നാ. അപ്പൊ എന്റെ കുട്ടി തന്നെ അഫി നീ ചാഫിയ നീ കഫിയ നീ കടാ വേണ്ടെന്നോ. എന്തേ പുത്തരിച്ചോറ് 4 നല്ല സോഡയും സോഡാമോരും ബാ
അല്ല കഴിച്ച ഇജ്ജ് ഇത് കഴിച്ചോ? മന്തി കഴിച്ചോ? വാങ്ങിയത് എപ്പോ? ഇവിടെ വന്നിട്ടോ? ഒന്ന് നിൽക്കണോ? അല്ല തിന്നിക്കണേ നിസ്കരിച്ച് കിടന്നോട്ടെ. ആഫിയ ബാ ആഫി. ആഫിയ നീച്ചാണി. ആ ഗഡിയോ? എന്ത് ഗടി? ഗടിയേ നമ്മുടെ തൃശ്ശൂര് പൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? തൃശ്ശൂര് പൂരം നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ആഫി കുട്ട വല്യമ്മ അങ്ങനെ വിളിച്ചല്ലേ ഇമ്മു. ആഫി കുട്ടനെ കൊടുത്തു. ഉറക്കത്തിൽ തെറി വിളിച്ചാണോ അതോ കാലത്ത് വിളിച്ചാണോ? കതിയിട്ടിട്ടാണോ അങ്ങനെ? എക്സാം ഉണ്ടോ എനിക്ക്? ഉണ്ടോ? ഓനിപ്പോ പിടിച്ച് അടിച്ചു കേട്ടോ. എന്തായാലും അടിച്ചു ഓനെ. സൽമാൻ ഇപ്പൊ കിട്ടൂട്ടോ. നീക്കണില്ല ആഫിയെ? നീക്കണില്ല? കൊടുക്കോട്ടോ. നീക്കണില്ലാന്ന് ഉറപ്പാ? എന്നാ നിസ്കരിച്ച് കിടക്കട്ടോ. ആ എടാ അന്നിന്റെ ട്രൈ ശരിയല്ല. ഓൻ തിന്നോണ്ട. അമ്മച്ചിനോട് ചോദിക്കാം. തിന്നിട്ടില്ല എന്തായാലും വിളിച്ച് നീപ്പിച്ചിട്ട് ഇരിക്കാം. റെഡിയായ? റെഡിയായോ? ഹലോ സബ് ഇൻസ്പെക്ടർ എന്താണ്? സബ് ഇൻസ്പെക്ടർ സുർണ സ്പീക്കിംഗ്. ഹലോ സബ് ഇൻസ്പെക്ടർ സുർണ സ്പീക്കിംഗ്. ഹലോ അങ്ങനല്ല. അയ്യേ തലച്ചക്ക് നീച്ചിട്ടുള്ളേ? റെഡിയായോ? റെഡിയാവേ? ഇമ്മച്ചിയേ ഇമ്മ ആഫി കഴിച്ചിക്കണോ? തിന്നോണ പറയും എന്നിട്ട് എന്നെ തെറിയും വിളിച്ചു. ആഫിയെ 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 ഇമ്മച്ചി നീക്കാൻ. ഇമ്മച്ചി ഞാനല്ല. എന്നോട് ദേഷ്യം കാട്ടണ്ട. അമ്മച്ചിനോട് പറഞ്ഞോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആഫിയെ ആഫിയെ നീച്ചോളാൻ പറഞ്ഞ ടൈമില്ല. 15 മിനിറ്റ് ഇല്ല നമുക്ക്. ആഫിയെ 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 ഇമ്മച്ചിനോട് വരുന്നില്ല അറിയാ? ഇപ്പച്ചി എന്നോട് വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല അറിയാ? അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ഇച്ചോട് പറഞ്ഞല്ലോ തല ഇരിക്കുമ്പോ ആലടിയാണ്ട്. ബാ ആഫിയെ ആഫിയെ എന്റെ കുട്ടി നീച്ചാണി. ആഫിയ എന്താ വേണ്ടി? ഒരു 5000 ഉറുപ്പിക തന്നാലേ? വേണ്ട സമ്മതിച്ച് നീ കഫിയെ ആ നീച്ചാണി. കൈകുത്തി നീച്ച. അഫിയ ഇമ്മച്ചിയാണ് വിളിക്കണത്. ഇമ്മച്ചി വിളിക്കണ്ട്. എന്ത് തോന്നില്ല കേട്ടോ അല്ലേ?
ഒന്നല്ല കടത്തത്തിലല്ല. ഓടിക്കോ. നീച്ചാണെങ്കി വരുമോ? ഓ ആ കൂടുതൽ തെറി കേൾക്കേണ്ടതായിരുന്നു. വിചാരിച്ചത്ര തെറി കിട്ടിയിട്ടില്ല. ചെറിയ എന്തോ മാത്രം വിളിച്ചിട്ടുള്ളൂ. ഇവള് വന്നാ ബോസേ എന്താ ബാ വരുന്നില്ലേ? വന്നോളും ബാ. അടിക്കുവാട്ടോ. ഓയ് ബോസേ ഏട്ടാ ഇതൊക്കെ ഉണ്ടോ പോന്നത്? ബമ്പന ഇറക്കണം. വരുന്നില്ലേ? അമ്മത്തെ പാർത്തിയ അപ്പുറത്തെ തേട്ടോ പാർത്തിയ അപ്പുറത്തി പീം പീം പോ. അമ്മത്തെ പാർത്തിയ അപ്പുറത്തി പേം പോ പാർത്തിയ അപ്പുറത്തി പീം പീം പോ. അമ്മത്തെ ഡ്രെഡ് കൊറിയൻ ലവറാണ്. ഡ്രെഡേ ഇത് കാലിനുറ്റി. അപ്പൊ ഡ്രെഡ് സാക്ഷാൽ ഡ്രെഡ് അവർ കൂടെ വരും. ഇന്നലെ ഉണ്ടായ സന്ദർഭം പറയട്ടെ, ഇങ്ങോട്ട് പോവാ. നമ്മ കുടിച്ചിട്ട് ഒന്നൊന്നുമില്ല. ഞാൻ വെൽഡിങ്ങാരനാണേ, വെൽഡിങ്ങിന്റെ പണിക്ക് പോവാ. അപ്പം ഡ്രെഡ് ഇന്നലെ നോമ്പുറവിക്ക് വന്നിട്ടാ. പാവം നോമ്പുറവിക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും പെരിന്തൽമണ്ണ റൂട്ടിലേക്ക് മലപ്പുറത്ത് തിരിച്ചു പോകണമെങ്കിൽ കരുതിയിട്ട് ഒരു സ്കൂട്ടി കൊണ്ട് വന്നതേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറേ എന്നോട് കെഞ്ചി കാലുടിച്ചു. എനിക്ക് എന്തായാലും പോകണം, എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ അമ്മ എന്നെ ചീത്ത അറിയും, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, എനിക്ക് വീട്ടിലെത്തിയില്ലേ വീട്ടിൽ ഭയങ്കര ഇഷ്യൂ ആവും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഡ്രെഡിൻ്റെ ചാവിയോ അങ്ങനെ ഞാനുള്ള വണ്ടിക്ക് ഞാൻ എൻ്റെ പേരേക്ക് ഓട്ടിപ്പോന്ന്. അപ്പോൾ എന്തായി, പാവം പെട്ടു. ഓൾക്കോളെ വീട്ടിൽ പോകാൻ കഴിയൂല. അപ്പം ഞാൻ മര്യാദയുടെ ഭാഷ ചോദിച്ചു, നമുക്കിന്ന് വീട്ടിൽ പോവാ പോര്, എന്തായാലും അവിടെ സൽമാൻ മാത്രമേ ഉള്ളൂ, നമ്മൾ ചെറുക്കന്മാർ മാത്രമേ ഉള്ളൂ, പോര്, എനിക്ക് സ്പെഷ്യലി ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്ത് തരും, AC സെറ്റ് ചെയ്ത് തരും, എല്ലാം സെറ്റ് ചെയ്ത് തരും, വന്നാൽ മതിയായിരുന്നു. അതിൽ ഡ്രെഡ് ഞാൻ ഇല്ല, നിങ്ങൾ പോയിക്കാളെ അങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നു. അവസാനം എന്തായി, ഡ്രെഡിൻ്റെ സ്കൂട്ടി ഞാൻ ഓട്ടിപ്പോയപ്പോൾ ഡ്രെഡ് പിന്നെ എങ്ങനെയാ വന്നത്, ഇമ്മച്ചിൻ്റെ കൂടെ കാറിൽ കയറി ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മളെ കൂടെ അതിൽ ഇമ്മച്ചി എന്ത് ചെയ്തു, ഡ്രെഡിൻ്റെ ഉമ്മാനെ വിളിച്ചു. നമ്മളെ വ്ളോഗിൻ്റെ പ്രശ്നമല്ലേ ഇമ്മച്ചി, എൻ്റെ അമ്മ കാണല്ലേ. അപ്പം ഡ്രെഡിൻ്റെ ഉമ്മ ഒരുപാട് താങ്ക്സ് ഞങ്ങളെ കൂടെ ഇന്ന് ഡ്രെഡിനെ വിട്ടു തന്നതിന്. ഈ ഒരു വിശ്വാസത്തിനും കെട്ടുറപ്പിനും ആണ് ഞങ്ങളുടെ ഒരു താങ്ക്സ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡ്രെഡിൻ്റെ ഉമ്മക്ക് ഒരു ലൈക്ക്. അപ്പോൾ ഡ്രെഡിൻ്റെ ഉമ്മാനെ എന്ത് ചെയ്തു, ഇമ്മച്ചി വിളിച്ചാണ്ട് ഓള് വീട്ടിൽ വരികയാണ് പറഞ്ഞു. അതിനപ്പം തന്നെ ഓള് എൻ്റെ അമ്മച്ചി എന്താ പറഞ്ഞേ, ഞാൻ വെൽഡിങ്ങിന് പഠിക്കാനാ. അത് അന്ന കളിയൊക്കെയല്ല, അത് വീട്ടിലേക്ക് പോവാണ്. നിങ്ങള് ആക്ടറാണോ, സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അല്ലേ, ഞാൻ വെൽഡറാണ്, ഞാൻ വെൽഡിങ്ങിന്റെ അടിക്ക് പോവാണ്. അത് ഇജ്ജ് കണ്ടിട്ടില്ലോ? അത് നടന്ന ഈ കൊറിയൻ ഡ്രാമ മാത്രം കണ്ടാണ്ട് നമ്മളെ നാട്ടിലത്തെ ഡ്രാമയൊന്നും കാണില്ലേ? ഡ്രെഡ് നാടൻ ഡ്രാമയൊന്നും കാണില്ല, കൊറിയൻ ഡ്രാമ മാത്രം. എടാ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളുണ്ട് ജിംഷാ. അമ്മത്തെ പാർത്തിയ അങ്ങോട്ട് 15 മിനിറ്റ് 20 മിനിറ്റ് ഉണ്ട്. ഇത് ഉമ്മച്ചി കിട്ടിയ സമ്മാനം കേട്ടോ. നസീഫ് ബ്രോ വരച്ച് തന്ന 1.5 സമ്മാനവും ഫോട്ടോഗ്രാഫും. നസീഫ് ബ്രോ തന്നെ വരച്ചു തന്ന 1.5 സമ്മാനവും ഫോട്ടോഗ്രാഫും. ഇത് വൻ വിഷയായില്ലേ? അതായത് $2006 മുതലുണ്ട് ഈ സ്വിച്ച്. അതായത് ഞാൻ ജനിച്ച 6 വർഷമായതിന് മുതലുള്ള സ്വിച്ച് ബോർഡാണ്. ഇന്നും എനിക്കിത് അറിയൂല. വെരി സാഡ്. അപ്പം അസറുവിൻ്റെ കറക്റ്റ് സാധനം ഉണ്ട് കേട്ടോ അതിൽ. ജോർജിയയിൽ MBBS പഠിച്ചാലോ അസറുവിൻ്റെ പണിയായിട്ടോ. ഹർഷി
കൂൾ ഗായ്, കുള്ളിപ്പ്. ഹായ് ഫ്രം കാനഡ അർഷു. നബിലിക്കു ഓണയർ, ഏറൽ എപ്പോഴും സ്ഥിരതാമസമാക്കുന്ന ഇക്കു. പടക്കം ബഷീർ, കുറച്ച് പടക്കം. ജിമ്മി, ക്യാമറയും ജിമ്മിൻ്റെ ഡമ്പലും ഫോട്ടോഗ്രാഫൊക്കെ കേട്ടോ. സ്റ്റീൽ, ഗെയിമിങ്ങും ബുക്കും ഫുൾ ആപ്ലസും. കറക്റ്റ് ഓർഡർ ടൈപ്പ്. ഈച്ചു, പ്ലാൻ ടു ഗോ, ട്രാവലിങ്ങിൻ്റെ ഒരു റെയിൽവേയും ഒരു ക്രോക്സും ക്യാമ്പും ബാഗും കേട്ടോ. ക്യാമ്പിന് കൊണ്ടുപോകുന്ന ആളാണ്. അച്ചു, അനുവിൻ്റെ സ്വന്തം അച്ചുവിൻ്റെ കാർ കേട്ടോ. ഇതിലും കൊടുത്ത കാർ ഹോണ്ടൻ്റെ കാർ. അച്ചുവിൻ്റെ അടുത്തുള്ളത് ഏകദേശം സെയിം കളർ കാറിന് കേട്ടോ, കൊറോള. ബാസിൽ സർ, ബാസിൽ ടീച്ചറായതുകൊണ്ടൊരു എക്സിക്യൂട്ടീവ് ഡ്രസ്സ്. സ്മൈൽ കില്ലർ, ഷാനുക്ക, ഹിൻലേസിൻ്റെ ഞങ്ങളുടെ സ്വന്തം മോഡൽ, ഞങ്ങളുടെ ബിസിനസ് പാർട്ണർ ഷാനുക്ക ഹിൻലേസ് ഇട്ട് നിൽക്കുന്നു. നിഹാൽക്ക, ഡ്യൂക്ക് കണ്ണാപ്പി നിഹാൽക്ക. ഇതെന്ത് മണിമായം ആയിക്കോട്ടെ. എന്നോട് എന്താ പറഞ്ഞറിയോ, പോടാ എൻ്റെ അണ്ടീൻ. പറഞ്ഞു അണ്ടി അപ്പുട്ടാറേ, അപ്പുട്ടന്റെ അണ്ടീൻ എന്നോട്. ആയിക്കോട്ടെ. ഊണ് ഉറക്കം കളഞ്ഞ എന്നെയൊക്കെ വളർത്തിയെടുത്തേനാണ് പഴച്ചൊക്കെ ഞാൻ വിളിച്ചപ്പോ ചിന്നോട് പറഞ്ഞതാ. അപ്പൊ ഉറക്കത്ത് പറഞ്ഞ കണ്ണൊക്കെ മോനെ സെറ്റായിക്കണ്. കണ്ണൊക്കെ പൊളി ലുക്കായി മുത്തേ. അങ്ങനെ ഇത് സ്വബോധത്ത് പറഞ്ഞല്ല. ഓ സന്തോഷായി. മറ്റേ എൻ്റെ ഹൃദയത്തിലൊരു വിടവാണ് പാറി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അവൻ്റെ തൊള്ളിയിലിരിക്കണത് ഞാൻ കേൾക്കണതേ. ഇത്രയും കാലം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വിചാരിച്ച് ആകെ വേടായി, എനിക്ക് ആകെ ഡാർക്ക് കുടുങ്ങി. ഞാൻ ഇപ്പം എങ്ങനെയൊന്നും ഉറങ്ങും. ആകെ സത്യം പറഞ്ഞല്ലേ, സത്യം പറ അടുക്കളയിൽ നിന്ന് ഒറിജിനൽ ചെറിയ. അപ്പം അങ്ങനെ ആകെ സങ്കടത്തേക്ക് പോയി. അപ്പം പറഞ്ഞ സ്വബോധത്ത് പറഞ്ഞല്ല. സ്വബോധത്തിലല്ല കേട്ടോ, അങ്ങനെ പറയണ്ടേ കേട്ടോ. അതുകൊണ്ടാണ് മറ്റേ മേലെന്തിനാ ചാടീനി. നാളെ മുതൽ ഉറക്കത്തിൽ പൂരത്തെറിയുന്നേ. എന്നിട്ട് എന്നോട് രാവിലെ വന്നിട്ട് സോറിട്ടാ അങ്ങനെ പറഞ്ഞ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സ്വഭാവത്തിലല്ലട്ടാ. അഭിമാനം മനസ്സിലായിട്ടിരിക്ക്. ഇന്നലെ എന്തിനാ ചാടീനി? ഇന്നലെ മേലെന്ന് ഹൈക്രോസിന്റെ എന്തോ പറഞ്ഞു. അഞ്ഞൂറ് ലെവല് ആദ്യം ഇങ്ങനെ ഹൈക്രോസ് എടുത്തതിൽ ഇവിടുന്ന് ഗ്രാഫ് അവിടെത്തി. ജില്ലേ ആൾക്കാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്. പണ്ടത്തെ പോലെ ചിരിച്ചു കാണില്ല, ഞാനോ പണ്ടത്തെ പോലെ സങ്കടം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മള് സുബൈക്കും നമ്മള് രാത്രിയാണ് വ്ളോഗ് എടുക്കണ കാണുന്നത്. അപ്പൊ നാളെ എനിക്ക് പരീക്ഷ ലേസങ്ങളാണ്. നമ്മൾ ഈ സുബൈക്ക് എടുക്കുമ്പോ ഒന്നാമത് ഞാൻ നീച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് രാത്രി എടുക്കുമ്പോ നമുക്ക് ടെൻഷൻ കൂടും. നാളെ എക്സാം ആണല്ലോ, എങ്ങനെ കേട്ടിരിക്കണത് പത്തായത്തിനൊന്നും കഴിക്കാതെ. നാളെ എക്സാം ആണല്ലോ, എങ്ങനെ ചിരിച്ചിക്കുക, അങ്ങനത്തെ ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഇടവേളകളിലാണ് നമ്മൾ ആ സങ്കടങ്ങൾ. പക്ഷേ 25-ാം തീയതി നാളെ എൻ്റെ എക്സാം കഴിയും. ഏപ്രിൽ നാളെ എക്സാം കഴിയോ? ലാസ്റ്റാ? കഴിഞ്ഞ പിന്നെ ഇംഗ്ലീഷാണ്. അത് പിന്നെ നമുക്ക് സന്തോഷമാണ്. ഇംഗ്ലീഷ് ഹാഫ് ഡേ, ഓൺലി 2 മണിക്കൂർ ഫുൾ ചാപ്റ്റർ. ഇംഗ്ലീഷ് എന്നാ? ഇംഗ്ലീഷ് 29-ാം തീയതി. ഓ അത് 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ? 3 ദിവസം കഴിഞ്ഞിട്ട്. ഏപ്രിൽ മെയ് എൻ്റെ ചാനലിൽ കുറച്ച് ബ്ലോഗുകൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? കുറച്ചേറെ. ഏപ്രിൽ മെയ് നമ്മൾ തുനിഞ്ഞിറങ്ങുകയാണ്. അപ്പൊ ഏപ്രിൽ മെയ് സ്റ്റീലിന്റെ ചാനലിൽ വ്ളോഗ് ഇല്ല, ഒന്നുമില്ല പറയണ. സ്റ്റീൽ കുട്ടനെ ഞാൻ എന്ത് ചെയ്യാൻ മാത്സിന്റെ അന്ന് തന്നെ എന്തായാലും ഇന്റെ ചാനലിൽ വ്ളോഗ് ഉണ്ടാവാനൊന്നും ചാൻസ് ഇല്ല. ഇപ്പൊ തന്നെ മുൻകൂർ ജാമ്യം എടുക്കാം. എന്തായാലും ഇന്റെ വ്ളോഗിൽ ഇന്റെ ചാനലിൽ വ്ളോഗ്സ് ഒക്കെ ഏപ്രിൽ മെയിൽ വരാൻ കുറവാകും. കാരണം ഞാൻ പണിക്ക് പോകില്ലേ. സോഡ പൊട്ടിച്ച് തുടങ്ങിയ വലിച്ച. അപ്പം എൻ്റെ ചാനലിൽ വ്ളോഗ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ എൻ്റെ മുത്തിനെ ഞാൻ എൻ്റെ തുറുപ്പ് ചീട്ട് ഞാൻ പറഞ്ഞു വിടും. അടിച്ചാലോ നേരത്തെ വിളിച്ചേന് നമ്മുടെ മുന്നിലുണ്ടായി. വല്ലാതെ അബോധത്തിലാവണ്ട ജി അടിച്ചു. ഇതെന്തറാ ഫാക്ടറി അബദ്ധക്കൻ്റെ.
ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കണേ 10ാം ക്ലാസ്സിൽ പഠിക്കണ 3 ഐറ്റം. 10ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുഞ്ഞു ചെക്കന് കൃഷി ചെയ്ത് വളർത്തിണ്ടാക്കിയ ബത്തക്കകളെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓന് നാളെ കെമിസ്ട്രി എക്സാം ഉണ്ടായിട്ടും ഓനെ ബത്തൊക്കെ നിന്നപ്പോ ഇങ്ങനെ നിന്നല്ലോ അവിടെ. ആ ഒരു കുറ്റിയുറപ്പേ നാളെ കെമിസ്ട്രി എക്സാം SSLC എക്സാം ഉണ്ടായിട്ട് ബത്തൊക്കെ അമ്മാണ് കൊടുക്കുക. ഇത് ഇളനീര് വെള്ളം അല്ല വെള്ളം പച്ചവെള്ളം. പൂച്ച അഫിയെന്നല്ല വിളിച്ച് ആദ്യം അഫിയെ വിളിച്ച് പിന്നെ അഫിയെന്നാ വിളിക്കണ പൂച്ച. മുണ്ടല്ലേ പൂച്ച പേര് പറയുന്നുട്ടാ. ആ ഈ പയ്യനാണ് ട്ടാ. ഈ കുട്ടിയാണ് ഇമ്മച്ചിക്ക് ബത്തക്ക ഗിഫ്റ്റ് കൊടുത്തോട്ടോ. അതിൽ ഇമ്മച്ചിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, കുട്ടിന്റെ നമ്പർ ഇമ്മച്ചി സേവ് ചെയ്താണ്, ബത്തക്ക കുട്ടി ഉസ്മാൻ കുട്ടി നമ്പർ ഉസ്മാൻ കുട്ടി അയമുട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ബത്തക്ക കുട്ടിയാറുണ്ട്. പാവം ചെക്കനിട്ടാ, നമ്മളെ സ്ട്രൈറ്റ് മനുഷ്യനാ പാവം. കഴിഞ്ഞ വർഷം നമുക്ക് ബത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുഞ്ഞു പയ്യൻ ഉണ്ടാക്കിയ ബത്തക്ക കേട്ടോ. അപ്പൊ ഉമ്മച്ചി അന്ന് പേര് കിട്ടാത്തോണ്ട് ഫസ്റ്റ് ആണ് സേവ് ചെയ്ത് ബത്തക്ക കുട്ടീന്ന്. ഉമ്മച്ചി തന്നെ എന്താ വെച്ചാല് ഇന്നലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ നമ്മൾ എത്താൻ ലേറ്റായി. അപ്പം അറബിക് റൈസും എന്താണ് ഈശോ അറേബ്യൻ റൈസും എന്നും ഇങ്ങനെ ലേറ്റ് ആവാൻ പഠിച്ചോ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ. അറേബ്യൻ റൈസും ഷവായും. ഇതില് എന്താണ് ഡ്രെഡ് ഇങ്ങനെ ഒരു പലിച്ച കൂടിക്കണോ? ഇല്ലേനു. ഡ്രെഡിന്റെ വീട്ടിൽ എന്താ ഉണ്ടാവല്? ചോറും താളിപ്പും പിന്നെ ഉണക്കമീനും പപ്പടമൊക്കെ ആയിട്ട്. അതെല്ലാരും അതാ കഴിക്കല്. ഞങ്ങൾ അങ്ങനെ കഴിക്കല്. ചോറ് കഴിക്കണ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇവിടെ അങ്ങനെ കഴിക്കലേ ഇല്ല. സാധാ പോലെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആവുന്നു. ചോറും താളിപ്പും പിന്നെ എന്താ പറയാ, ഇംഗ്ലീഷാണ്. ചോറും താളിപ്പും എന്നല്ല പറഞ്ഞേ. വേറെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോടാ? ശാലിപ്പം പെപ്പടും ഉണക്കമീനും അങ്ങനെ പറയില്ലേ? ഇന്നലെ പോകുന്ന സൽമാനെ സൽമാൻ ബൈക്കിന്റെ ബാക്കിൽ സൽമാനല്ലോ ഇന്നലെ ആ സ്കൂട്ടി വന്ന് ഞാൻ ഇറങ്ങിയാല് ആ സ്കൂട്ടി തിരിയും. അതുകൊണ്ടാണ് ഞാൻ തന്നെ കയറിയത് ആ സ്കൂട്ടി. എന്നോട് ഞാൻ ചോദിച്ചേ ഇജ്ജൊന്ന് പോവാ അതന്നെ പറഞ്ഞത് അർബാബ് കഴിഞ്ഞിട്ട് എല്ലാരും ചോദിക്കലില്ല എന്താ ഞാൻ പോവാത്ത പോവാൻ പറ്റണ്ടേ? സൽമാൻ ഇവിടെ ആര് പറഞ്ഞു വിടണ്ട, ഓൻ പോവില്ല. ഇന്നലെ ചായവാലേന്ന് സൽമാൻ അവസാനം പറഞ്ഞ് എന്താ അവനില്ലാത്ത ടൈമിൽ കേട്ടോ കാറിൻ്റെ ഇടന്ന് പറഞ്ഞ് എനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന് മലപ്പുറത്ത് അല്ല മഞ്ചേരി എത്തിയാൻ ഇനിച്ച് സുഖമായിട്ട് പെരേക്കെത്തും ഞാൻ പറഞ്ഞ്. അതിൽ എക്സസിന്റെ ചാവിയാണ് വാങ്ങി ഹെൽമെറ്റ് ഇട്ട് വണ്ടി മണ കുത്തിറന്ന് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഞാനും ജിമ്മി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നലെ ഹസറത്തും ഫാമിലിയും നമുക്ക് ലക്ഷദ്വീപും തന്നിട്ടുണ്ട്. നമ്മളടുത്ത സുഹൃത്താണ് ഹസറത്ത്, പാട്ടുകാരനാണ്. നമ്മൾ ലക്ഷദ്വീപ് പോയ ടൈമിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ എല്ലാത്തിനും മൂപ്പരയുണ്ടായിട്ടാ. എന്നും നമ്മളായിട്ടൊരു കോണ്ടാക്ട് വെച്ച് ലക്ഷദ്വീപുകാരെന്തുകൊണ്ട് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നു എന്ന് ചോദിക്കണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയത് അവിടെ ചെന്നെന്നാണ്. അപ്പോൾ അതിപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരിൽ പെട്ട ഒരാളാണ്. അപ്പോൾ ഇന്നലെ നമ്മളെ നോമ്പ് തുറവിക്ക് മൂപ്പര് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാമിലി നമുക്ക് കൊടുക്കുന്നതാണ് മീനട. മീനടയാണോ കോഴിയടയാണോ? കോഴിയടല്ല, അവിടെ മീനടയാണോ നിങ്ങൾക്ക്? ഞാൻ ബാങ്കണെ കൊടുത്തും ചെയ്തു. ഞാൻ ഗിഫ്റ്റ് പൊളിച്ചാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ തിന്നണ ഗിഫ്റ്റാണ് ആദ്യം പൊളിച്ചാൽ മതി. അപ്പോൾ ഇത് ഫുള്ള് മീനാണ് കേട്ടോ ഈ പ്ലേറ്റിൽ. ഇനി ഇത് ഫുള്ള് ടൂണ പിക്കിൾ HH ഗ്രൂപ്പ് നൽകി
ആശീർവദിക്കുന്ന ടൂണ പിക്കിളും ഹസറത്തിൻ്റെ വക കേട്ടോ. 1 2 3 4 5 6 8 മുതൽ 10-15 പാക്കറ്റ് അച്ചാറുണ്ട്. ഇൻസ്റ്റയിലിടുന്ന എല്ലാവരും കൊണ്ട് യൂട്യൂബ് ഇടും. അപ്പം നമ്മളെ ഫീഡിൽ സജഷൻ വരുന്നവർക്ക് നമ്മളത് 2 കണ്ടാൽ എന്താവും, പിന്നെ ബേസിക്കലി നമ്മളത് മാത്രമാവും കാണുക. അപ്പോൾ 2-3 ദിവസമായിട്ട് അത് കണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഡ്രീം പോലെ, നമ്മുടെ സ്വപ്നം പോലെ നമ്മുടെ 2.5 മണിക്കൂറിൻ്റെ കാർ റിവീലിംഗ് വ്ളോഗ് 10 ലക്ഷം വ്യൂസ് അടിച്ചിരിക്കുകയാണ്. സപ്പോർട്ട് ഓടുക്കുന്ന സപ്പോർട്ട്. താങ്ക് യു ലോക്കൽ ഫാൻസ്. നീ വിജയിച്ചിരിക്കുന്നു. അപ്പം 93K സബ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിന്നവരടക്കങ്ങൾ എന്ത് ചെയ്യണം, സൽമാൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. കാരണം ഒരു കാര്യം ആലോചിക്കടാ, ഒരു 10-22 ദിവസം നമ്മളെ വീട്ടിൽ കൈമേയ് മറന്ന് ഈ 14-24 മണിക്കൂർ എൻ്റെ കൂടെ തോളിൽ കയറ്റി ഇവിടെ നിന്ന ആളാണ് സൽമാൻ. അപ്പോൾ സൽമാനോട് ഉള്ളിൽ ഞാൻ എപ്പോഴും പറയണത്, ഉള്ളിൽ ദയല്ലോലാണ് എടാ, ഉള്ളിൽ ദയല്ലോലും ഉള്ളിൽ സ്നേഹല്ലോലാണെങ്കിൽ നല്ല മനുഷ്യന്മാരാണെങ്കിൽ, നല്ല മനുഷ്യന്മാരാണ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, സൽമാൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടാവും അല്ലേ? അല്ലാത്തവരും നല്ല മനുഷ്യന്മാരല്ല. അല്ല അതാണ് എനിക്ക് പറയാം. അപ്പോൾ സൽമാൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സൽമാൻ്റെ ചാനൽ കൂടി 100K ആക്കി കൊടുക്കണം എന്നെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 100K നമുക്ക് എന്താ തരാം? എന്താ മുത്തേക്ക് വേണ്ടേ? ഒരു മാസം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഒന്നും എനിക്ക് തരണ്ട. ഒരു 20,000 തന്നാലും വേണ്ടില്ല, ലീവ് തരണം പ്ലീസ്. അർബാബിക്ക് വീട്ടിൽ പോവാൻ ലീവ് തരണം. അപ്പോൾ സൽമാൻ 100K ആയാലും സൽമാൻ നമ്മളോട് ഓഡിയൻസിനോട് പറഞ്ഞത് 1 മാസം കൂടി നമ്മളെ കൂടെ ഇവിടെ നിൽക്കുന്നതാണ് സൽമാൻ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സൽമാൻ ഇന്ന് തന്നെ എല്ലാവരും 100K ആക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. ഒരു 7,000 ആൾ അല്ലേ, 7,000 ആൾ മനസ്സ് വെച്ചാൽ ഈ ഒരു എളിയ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് തികച്ച് സൽമാൻ്റെ പേരേക്ക് ഒരു വെള്ളി ഫലകം. ഇൻഷാ അല്ലാ. ഷാനുവിൻ്റെ ഒപ്പനി 2 ദിവസം. അപ്പോൾ അതിൻ്റെതായ മേഖലയിലെ പഠിത്തങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടാ. അപ്പം ഞങ്ങളുടെ ഈ ഒരു എളിയ പലിച്ച വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലും സൽമാൻ്റെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമേ. ഈ എളിയവരുടെ
ചെറിയ ശ്രമങ്ങൾ എളിയ ശ്രമങ്ങൾ എല്ലാവരും വിജയിപ്പിച്ച് വലിയ വലിയ വിജയഫലങ്ങളാക്കി തരണമേ എന്ന്. എന്താണ് ഇപ്പൊ ചെന്ന ഓണപ്പരിപാടിക്ക് പോവേ ഇപ്പച്ചി ഉണ്ടാക്കിയെടുത്ത് പോകുന്നുണ്ട്. ഇന്നലെ ഒരു മാങ്ങാത്തൈ തരാനേ ആ മാങ്ങാത്തൈ തരാനേ അത് പറഞ്ഞ മുക്കട്ട ചക്ക എഞ്ചിനീയർ അവൻ്റെ കൃഷി ഓഫീസറാണ്. തട്ടൊന്നും കിട്ടില്ല. ഞാൻ വേഗം തട്ടിട്ട് പോയി. ആ തട്ടം കണ്ടേക്ക് എല്ലാവരും ഇത് അനുവിൻ്റെ തുണിയാണ് ആ മറ്റേ കയ്യിൽ കിട്ടിയ അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ കണ്ട വ്ളോഗ് മൊത്തം തുണിയാക്കി എടുത്ത് നടന്ന സാധനം വെച്ച് ചുറ്റിക്കെട്ടി എന്തായാലും എല്ലാവരും പറയില്ലേ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ചേർക്കുള്ളൂ. അപ്പം ഈ ഒരു എളിയ പെലച്ച വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്, ഒക്കെ കണ്ടു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വരുന്ന വ്ളോഗിൽ കാണാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പാട്ടുകൾ വരാണ്ട് മറക്കാൻ നിൽക്കരുത്. പാട്ടിൻ്റെ പണിപ്പുരകളിലാണ് അതൊക്കെ കണ്ടു, എല്ലാം കാണിച്ചു കൊടുത്തു. പാട്ടിൻ്റെ പണിപ്പുരകളിലാണ് നമ്മൾ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണാം. എങ്ങനെ കണ്ണിന്റെ നാടി നരമ്പോൾ ഫുള്ള് കാണുന്നുണ്ട്. പോയി ഉറങ്ങിക്കോ, 10 മിനിറ്റ് നിസ്കരിച്ചാണ്ട് ഉറങ്ങിട്ടോ. പഠിച്ചിട്ട് എത്ര നേരം പഠിച്ചേ? ആ പച്ചക്കുതിരണ്ട് അങ്ങനെ ഒരു മനുഷ്യന്. ഇവിടെ ഒരു 100 വണ്ടി വാങ്ങിയാലും ഇവിടെ ഹിമാലയൻ ഉണ്ട്, ആക്സസ് ഉണ്ട്, എയ്ത്തർ ഉണ്ട്, പിന്നെ ഏതാ പെട്രോൾ ചെലവില്ലേ? ആ എയ്ത്തറിനും പെട്രോൾ ചെലവില്ല. എയ്ത്തറും പെട്രോൾ ചെലവില്ലാത്ത വണ്ടിയാണ്. അതൊന്നും എടുക്കാതെ ഈ പച്ചക്കുതിര എടുത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ പോകും, പോകും. കാറ് ഇവിടെ പച്ചിക്കുവാണെങ്കിൽ ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, മറ്റേ എറ്റിയോസ് ഉണ്ട്, മറ്റേ ഉണ്ടായിനു മുമ്പത്തെ അല്ല, ഇത് ഫോഗ് ലാമ്പിന്റെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ അങ്ങനെ ലേറ്റ് എത്തും പള്ളേന്ന്, ഫോഗ് ലാമ്പ് അടിച്ച് കുടിച്ചാൽ. അപ്പം ഇത്രയും വണ്ടികളുണ്ട് ഉപ്പച്ചി കൊണ്ടുപോകാൻ പഴയ എറ്റിയോസ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ പഴയ എറ്റിയോസ് ബ്ലാക്ക്. അപ്പം നമ്മുടെ എളിയ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. എന്ത് ഇത് വാസിൽ ഗിഫ്റ്റ് ചെയ്താ ചെരുപ്പല്ലുണ്ടോ ഇങ്ങോട്ടെ കണ്ടല്ലോ. ഇത് ബാസിൽ കൊടുത്താട്ടെ ഉമ്മച്ചിക്ക്. ഉമ്മച്ചി പറഞ്ഞു ഇതില് ഒന്നും കൊണ്ടുവരാതെ വരണ്ടാന്ന് പറഞ്ഞു ബാസിലിനോട്. ബാസിൽ എനിക്കും കൂടി തായ്ലൻഡ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഉമ്മച്ചിക്ക് ഒരു തായ്ലൻഡ് ചെരുപ്പും പത്തായ ഖാ ചെരുപ്പും ഒരു പത്തായ ഖാ ബാഗുമായി വന്നു കേട്ടോ. ആ കല്യാണത്തിന് ഈ ബാഗ് ഇട്ട് പോണോ ശരിക്കും? അപ്പൊ എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും മറ്റൊരു വ്ളോഗിൽ വെച്ചിട്ട് കാണാം ഗൈസ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ബൈ ബൈ.